കൊല്ലം കൊട്ടാരക്കരയിൽ പോലീസിന് നേരെ മദ്യപ സംഘത്തിന്റെ കയ്യേറ്റം. പൊതുസ്ഥലത്ത് മദ്യപാനം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രണ്ടുപേർ അകത്താണ്. വിവരം നൽകുകയായിരുന്നു എം മനോജ്. സംസ്ഥാന സർക്കാരിന്റെ അതിവേഗ റെയിൽവേ പാതയ്ക്കെതിരെ മെട്രോമാൻ ഇ ശ്രീധരൻ. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പ്രായോഗികമല്ലെന്നും റെയിൽവേ കേന്ദ്രത്തിന് കീഴിൽ വരുന്നതാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്നും മെട്രോമാൻ പ്രതികരിച്ചു. കേന്ദ്ര സർക്കാർ കേരളത്തിൽ അതിവേഗ റെയിൽവേ പദ്ധതിക്ക് ഒരുങ്ങുന്നതിനിടെ സംസ്ഥാന സർക്കാരും ഇത്തരം പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നതിനെതിരെ രൂക്ഷ വിമർശനമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ ഉന്നയിച്ചത്. ഇ ശ്രീധരന്റെ നേതൃത്വത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി പ്രായോഗികമല്ലെന്നും ധാരണയില്ലാതെയാണ് പദ്ധതി നടപ്പാക്കാൻ സംസ്ഥാനം ശ്രമിക്കുന്നതെന്നും മെട്രോമാൻ പറഞ്ഞു. ഒരു ഹൈ സ്പീഡ് റെയിൽവേക്കുള്ള ഒരു അതിന് പകരം ചെയ്യാന്നുള്ളത് നടക്കാത്ത കാര്യം. പക്ഷേ എനിക്കൊരു സംശയമില്ല, ടെക്നിക്കൽ മാൻ RRTS ഈസ് നോട്ട് വർക്കബിൾ. തീർച്ചയായിട്ടും പറയാം. ഇതിപ്പോൾ ഒരു സ്റ്റണ്ട് മാതിരി അവർ ചെയ്തിരിക്കുക. ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാതിരി മാത്രമേ ചെയ്തുള്ളൂ. ആൾക്കാർക്ക് ഉടനെ മനസ്സിലാവും. ആ സമയത്തിനുള്ളിൽ എൻ്റെ ഉദ്ദേശം വേഗം അതിവേഗ റെയിൽവേയിലെ റിപ്പോർട്ട് വേഗം ഉണ്ടാക്കുക. റിപ്പോർട്ടിനകം താമസമാണെങ്കിലും ശരി, അതിൻ്റെ കംപ്ലീറ്റ് രൂപം ഫൈനലൈസ് ചെയ്തിട്ട് നാട്ടുകാർക്ക് അറിയിക്കണം. എല്ലാവരും അറിയിച്ച് പല ദിക്കിലും പോയിട്ട് ആർക്കൊക്കെ അതിനെപ്പറ്റി വിഷമമുണ്ടോ, എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അത് നിങ്ങളോട് പറയാം. എന്തൊക്കെ ആൻസർ ചെയ്ത കാര്യങ്ങൾ അനുസരിച്ച് കൊടുക്കുക. നിങ്ങളതിനെ ഞാൻ ഇപ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തു. ഞാൻ വിചാരിച്ചതിലൊക്കെ എത്രയോ വലിയ ഉപകാരം വരാൻ പോകുന്നത് കേരളത്തിൽ. RRTS കേരളത്തിൽ പ്രായോഗികമല്ല. ജനവാസ മേഖലയെ പരമാവധി ഒഴിവാക്കിയാകും കേന്ദ്ര പദ്ധതി നടപ്പാക്കുക. സംസ്ഥാന സർക്കാരിന് തെറ്റിദ്ധാരണയാണ്. RRTSന്റെ ഉദ്ദേശം സബർബൻ എന്ന ആൾക്കാർക്ക് സിറ്റിയിലേക്ക് വരണം. അതാണ് എൻ്റെ ഉദ്ദേശം. ഇവിടെ നിന്നല്ല, ഇവിടെ ഓൾ സ്റ്റേറ്റിൽ ഒരു രണ്ടിലേക്ക് വേഗം പോകണം. മറ്റേത് ഞങ്ങളുടെ കൊല്ലത്തിനോ അല്ലെങ്കിൽ വർക്കലേന്നോ ആൾക്കാർക്ക് വേഗം അത് ലിമിറ്റഡ് ആയിട്ടുള്ളൂ. അതിന് ഇറ്റ്സ് എ സബർബൻ സർവീസ്. DPR എന്തായാലും തരും. അതിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് സഹകരിക്കില്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ ഫൈൻഡ് എ വേ ഓഫ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ. ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാകും പദ്ധതിയുമായി മുന്നോട്ട് പോവുക. കേരള സർക്കാർ സഹകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മെട്രോമാൻ ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനം, മലപ്പുറം.